എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളുടെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം മറ്റൊന്നല്ല, എല്ലാ ഓണത്തിനും എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. എന്തുണ്ടാവണം, ഇപ്രാവശ്യമെങ്കിലും എനിക്ക് തൃക്കാരപ്പൻ മണ്ണുകൊണ്ട് ഉണ്ടാക്കണം. പക്ഷേ അത് നടക്കില്ല, സമയം കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്, എന്താ ചെയ്യുക, പുറമെ പോയി അവിടെ മരത്തിൻ്റെ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ സാധനം റെഡിമെയ്ഡ് വാങ്ങിക്കൊണ്ടിരി വെക്കുക, നമ്മുടെ പരിപാടി ഇങ്ങനെ അവസാനിപ്പിക്കുക. പക്ഷേ പണ്ട് കാലത്ത് ചെറുപ്പത്തിലൊക്കെ അറിയാമല്ലേ, നമ്മുടെ വീടുകളിലൊക്കെ അറിയാം എന്നാൽ ഈ മരത്തിൻ്റെ ഇതൊക്കെ വന്നിരിക്കുന്നത്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ മണ്ണ് കുഴച്ചിട്ട് തന്നെയാണ് ഈ സാധനം ഉണ്ടാക്കുക. ഇപ്പോൾ എവിടെ അങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ല, എല്ലാവരും റെഡിമെയ്ഡിന് പിന്നാലെ. അപ്പോൾ ആ പഴയ കാലത്തേക്ക് എനിക്ക് തിരിച്ചു പോകാൻ ഭയങ്കര ആഗ്രഹം. എനിക്ക് തൃക്കാരപ്പന ഉണ്ടാക്കാനൊരാഗ്രഹം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടി ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മറ്റൊന്നല്ല, വരും. അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ മണ്ണ് ഇവിടെ നിറച്ച് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം മണ്ണെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മണ്ണ് മേൽമണ്ണ് മാറ്റിയിട്ട് തൊട്ട് താഴെയുള്ള മണ്ണാണ് തൃക്കാരപ്പൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. ശരിക്കും ഉപയോഗിക്കാതല്ല, പുറ്റുമണ്ണെന്ന് പറയും. കണ്ടില്ല, ഇങ്ങനെ ഈ ഉറുമ്പൊക്കെ കൂട്ടി വന്നിട്ട് പുറ്റുകളുണ്ടല്ലേ, പുറ്റുമണ്ണെന്ന് കാര്യം ഒന്നും കളയാല്ലേ. അത് അത്രയും ശുദ്ധമായിട്ടുള്ള ഓരോ തരികളും ശുദ്ധമാണ്. അത്രയും സൂപ്പർ മണ്ണ പുറ്റുമണ്ണ്. പുറ്റുമണ്ണൊന്നും ഇപ്പോൾ എവിടെയും കിട്ടാനില്ല. അപ്പം ഞാൻ മേൽമണ്ണ് മാറ്റി എൻ്റെ തൊട്ട് താഴെയുള്ള മണ്ണ് ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റിയ സാധനം. ഇതിലെ കല്ല് കട്ടകളൊക്കെ വേർതിരിക്കണം. അതിലുള്ള പരിപാടി ഞാൻ കാണിച്ചു തരാം. അതിലുള്ള സൂത്രപ്പണിയാണ് ഈ കാണുന്ന ഈ ഒരു ചട്ടി ഇവിടെ വെച്ചിട്ടില്ലേ. ഈ ചട്ടി ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് വേറെ ഒന്നുമില്ല, ഇരുന്ന് പണിയണം. കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചട്ടിയുടെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് മണ്ണ് വെച്ചു. ഇങ്ങനെ ആക്കുക. ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കല്ല് കെട്ട് ഇങ്ങനെ എടുത്ത് കളയുക. ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കണത്. അപ്പോൾ അത് കണ്ട കംപ്ലീറ്റ് കല്ലും കട്ടയൊക്കെ നീക്കി. ഇതിന് കല്ലൊന്നും ഉണ്ടാവില്ല. കണ്ട ക്ലിയർ മണ്ണാണ്. കണ്ട എന്ത് തൂവാണ്. അല്ല, മണ്ണിൻ്റെ വ്യത്യാസം കണ്ട കട്ടയൊക്കെ പോയപ്പോൾ. ഇനി ഇവനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അതാണ് അടുത്ത പരിപാടി. ഇതൊക്കെ ഒഴിക്കുക. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ച് കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മൾ ഓരോ ഉരുളകളായിട്ട് നന്നായി കുഴച്ച് ഇതിന് സെറ്റാവണം. ഇന്ന് തന്നെ ഉണ്ടാക്കില്ല, നാളെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇതിങ്ങനെ സെറ്റാക്കി ഓരോ ഉരുളയാക്കി മാറ്റുക. അപ്പോൾ ഏകദേശം ഒരെണ്ണത്തിന് വേണ്ടത് കേട്ടോ. ഉരുളി. ഇനി ഉരുളയായിട്ട് പൊത്തിയിട്ട് ഇനി ഇതിരിക്കേണ്ടി വയ്ക്കുക ഒരു ഉരുള. അപ്പോൾ നമ്മുടെ തൃക്കാരപ്പൻ്റെ ആ ഉണ്ട ഉരുട്ടൽ കഴിഞ്ഞു കേട്ടോ. ഇനിയത് നാളേക്കൊന്നും വലിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയാൽ അത് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല. വെള്ളമൊന്നും വലിഞ്ഞ് സെറ്റാവണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മൊത്തം 8 ഉരുളയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 8 ഉരുള കണക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പൂജ കഴിഞ്ഞ് 5 എണ്ണം നമ്മൾ പൂജ ചെയ്ത് സ്ഥലത്ത് വയ്ക്കും. പിന്നെ 2 എണ്ണം ഒരെണ്ണം വീടിൻ്റെ ഉമ്മറത്തും ഒരെണ്ണം ബാക്കിനും. അത് കാവൽക്കാരായിട്ടാണ് കണക്കാക്കാതെ കേട്ടിട്ടുള്ളത്. പഴയ ആൾക്കാർ പറഞ്ഞിട്ട് കേട്ടാൽ അറിയുള്ളൂ കേട്ടോ. അവരെ കാവൽക്കാർ, അതായത് പൂജ കഴിഞ്ഞാൽ കാവലിന് വീടിൻ്റെ ഉമ്മറത്തും ബാക്കിലും ഓരോരുത്തരെ കൊണ്ടുവയ്ക്കും. അതാണ് എൻ്റെ രീതി. അപ്പോൾ നമ്മൾ പീഠം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 8 ഉള്ളതാകുമ്പോൾ ഒരെണ്ണം പീഠത്തിനുള്ളതും ബാക്കിയുള്ളത് 2 എണ്ണം ബാക്കിലും ഫ്രണ്ടിലും പിന്നെ 5 എണ്ണം പൂജിച്ച സ്ഥലത്തും വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി വേണമെങ്കിൽ ബാക്കിയുള്ള മണ്ണുകൊണ്ട് നമുക്ക് അമ്മിയും മറ്റേ പട്ടരയ്ക്ക് ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. നോക്കാൻ പറ്റിയെങ്കിൽ നോക്കാത്. അപ്പം ഞായറാഴ്ച നമ്മൾ മണ്ണൊരുക്കി സെറ്റ് ചെയ്ത് വെച്ചു. ഒരു ദിവസം നമുക്ക് അതിന് റെസ്റ്റ് കിട്ടി. ഇതിപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ഉത്രാടാണ്. ഇപ്പോൾ നമ്മൾ തൃക്കാരപ്പനെ സെറ്റ് ചെയ്യാൻ പോവാണ്. അത് ഷേപ്പ് ചെയ്യണ പരിപാടിയാണ് അടുത്തത്. സ്വല്പം വലിച്ചതിൽ കുറവുണ്ട്. ഇത് തട്ടുമ്പോൾ ഇങ്ങനെ പിടിച്ചിടണം. അപ്പോഴാണ് ഈ ഷേപ്പ് വരണമെങ്കിൽ അവിടേക്ക് മർദ്ദം കൂടുതൽ കൊടുക്കണം. എന്നാലാണ് ഇത് സാധനം ഷേപ്പ് ചെയ്ത് വരുള്ളൂ. ഇപ്പോൾ ഒരെണ്ണം ശരിയായി കണ്ടോ. ഇനി ഇതിനെ നമുക്ക് വേറെ മാറ്റി വയ്ക്കുക. എന്നാൽ അങ്ങനെ ഇതിപ്പം നനഞ്ഞ കാരണം 2 ദിവസം തുടർച്ചയായിട്ടുള്ള മഴയല്ലേ, മഴയുടെ ഒരു പ്രശ്നമുണ്ട്. കാരണം അതിലൊരു അയവ് കിട്ടിയില്ല, ചൂടൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ വന്നു മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഇപ്പോൾ 7 തൃക്കാരപ്പന ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേട്ടോ 9 എണ്ണം ഉണ്ടാക്കുന്നവരുണ്ട്. 7 എണ്ണത്തിൽ 5 എണ്ണം നമ്മൾ ഇവിടെ വയ്ക്കും. പിന്നെ വീടിൻ്റെ പുറകിലും ഫ്രണ്ടിലും കാവൽക്കാരെന്നുള്ള നിലയ്ക്ക് പൂജയ്ക്ക് ശേഷം എടുത്ത് കൊണ്ടുവയ്ക്കും. ചിലയിടത്ത് 4 സ്ഥലത്തും വെക്കണയിടത്തുണ്ട്. കിണറിൻ്റെ അവിടെയും വടക്കും തെക്കൊക്കെ വെക്കണവരുണ്ട്.
നമ്മളവിടെ സാധാരണ ബാക്കിലും ഫ്രണ്ടിലും ഓരോ തൃക്കാരപ്പം വയ്ക്കും, അത്ര അതിനുള്ളൂ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഈ 7 എണ്ണത്തിൽ 5 എണ്ണം വെച്ച് ബാക്കി 2 എണ്ണം പോകും. അപ്പോൾ ഈ സെൻറ്ററിലുള്ള മഹാബലിക്ക് നമ്മളൊരു പീഠം കൊടുക്കണം. ഈ പീഠം ഉണ്ടാക്കാൻ കാണിച്ചു തരാം. ഒന്നുമില്ല, സ്ക്വയറായിട്ടൊരു പീഠം ഒന്ന് കയറിയിരിക്കാൻ വേണ്ടി, അവൻ മുമ്പിൽ രാജാവല്ലേ, അങ്ങനെ ഇതിന് വേണ്ടി ഒരു പീഠം ഉണ്ടാക്കാൻ പോകും. ഞാൻ പീഠം ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സ്ക്വയറായിരിക്കണം, മറ്റേൻ്റെ പോലെ നീളമല്ല, സ്ക്വയർ. അത് ഇത്തിരി ഹൈറ്റ് കൂടി ഇരിക്കണ്ടേ. പീഠായി, അപ്പോൾ ഇത്തിരി ഹൈറ്റിലിരിക്കും വേണ്ട. ഇനി അതിനൊന്ന് ഇതിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കുത്തനേക്കാളും ഒന്ന് ഷേപ്പ് ചെയ്യട്ടോ, കാരണം വെള്ളത്തിൻ്റെ വലിച്ചിൽ കറക്റ്റായിട്ടില്ല. ഇത് വെള്ളം ഈ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ പ്രോബ്ലം. ഇപ്പോൾ നിർമ്മാണ പ്രക്രിയ ഒക്കെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം വെക്കണേക്കാളും മുമ്പ് ഒന്നുകൂടി ഇത് ഷേപ്പ് ചെയ്യും. അപ്പോൾ ഒന്നുകൂടി ഇത് വലിഞ്ഞ് കിട്ടും. അപ്പോൾ ഒന്ന് നീണ്ട് അതിൻ്റെ ശരീരത്തിന് ഭംഗി വരും. അതിനുശേഷം പൂക്കളൊക്കെ കുത്തും, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത കൊല്ലം നിങ്ങൾ നോക്കിയാൽ, എന്നാൽ ഇക്കൊല്ലം ചെയ്യാനുള്ള സമയം എന്തായാലും ഇല്ല. അടുത്ത കൊല്ലം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കൂ. ഇതൊരു രസമാണ്. അല്ലാതെ ഇതിപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടാണ്ടല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു തൃപ്തി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് നമ്മുടെ മഹാബലിയെ ഇരുത്താനുള്ള സ്ഥലം അത് കേട്ടോ. ഇത്തിരി തടിയൊക്കെ കൂട്ടിയിട്ടുള്ള ആളെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിരിക്കേണ്ട, സ്വല്പം തടിയൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മളതിന് മുമ്പ് ഇവിടെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് അണിഞ്ഞ് അതിന് ശേഷമാണ് പലമുട്ടി വെച്ച് അതിന് ശേഷമാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാണാൻ രസമില്ലേ കാണാനായിട്ട്. പിന്നെ ഇവിടെ നമ്മളെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. ഞാൻ പുറമൊന്നും വാങ്ങാറൊന്നുമില്ല. അപ്പോൾ ഇത് സ്വർണ്ണവല്ലേരി ഇവിടെ അവൈലബിളാണ്, 2 കളറ്. ഈ കിരീടപ്പൂവ് ഇവിടെ അവൈലബിളാണ്. പിന്നെ തുമ്പക്കുടം വളരെ റയറായ സാധനം, അധികമൊന്നുമില്ല. ഇവിടെ കഴിഞ്ഞെല്ലാം നട്ടേന്ന് പൊട്ടിച്ചെടുത്ത തുമ്പക്കുടം. അതുപോലെ തന്നെ തുളസിയുടെ കതിരോട് കൂടിയിട്ടുള്ള തണ്ട്. ഇത്രയും സാധനങ്ങൾ ഞാനിതൊന്ന് സാധാരണ ഉപയോഗിക്കാറ് ഇവിടെ. അപ്പോൾ നമ്മുടെ സെറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം മനോഹരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെ തോന്നണം എനിക്കറിയില്ല. നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് ആകെ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട്ടിൽ ഞാൻ സെറ്റ് ചെയ്യുന്ന മണ്ണുകൊണ്ട് ഉണ്ടാക്കി സെറ്റ് ചെയ്യുന്ന രീതി, ഇങ്ങനെ അലങ്കരിക്കുന്ന രീതി ഇവിടുത്തേതായി. നിങ്ങളൊരു കാര്യം ഞാൻ കാണിക്കാൻ വന്നിട്ടോ, മറ്റൊന്നും അല്ലാതെ ഉണ്ടല്ലേ, എന്താ മനസ്സിലായില്ലേ? അമ്മേ നിസ്സാര സംഗതി നല്ലത്. ദേൻ അത് കഴിഞ്ഞത് ഒരല്ലേ കുത്താള നാളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ അരി ആട്ടി ഇങ്ങനെ അടിപൊളിയായിട്ട് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പഴയ കാലത്തെ ആളുകൾക്ക് ഒരുപക്ഷെ അറിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം കുറേ കാലഘട്ടം കഴിഞ്ഞാൽ ഇതൊക്കെ അപ്രത്യക്ഷമാവും. നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഈ ടൂൾസൊക്കെ അത് അപ്രത്യക്ഷമായി പുതിയ സാധനങ്ങൾ വരുന്നവർക്ക് അറിയായിരുന്നു എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്താം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനോട് ഇതിനെപ്പറ്റി ചോദിച്ചു നോക്കൂ. അവർക്ക് ഇത് എന്താണെന്ന് അറിയില്ല, അമ്മി അറിയില്ല, ആട്ടുകയിൽ അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ പൈതൃകങ്ങളെ ഒരു പരിചയപ്പെടുത്താനുള്ളൊരു വേദി കൂടിയാണ് ഇതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്.